എല്ലാവരും ചോദിച്ചൊരു കൺസേൺ ആയിരുന്നു. ഇവന് ഞാൻ കണ്ടതിലെ വെച്ച് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതിൽ ശരിക്കും നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വേറൊരു എലമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് കണ്ട ഒരു സ്പോർട്സ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ആ മോഡിലിട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഇത് ഞാൻ ഇത്രയും പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ജോബിന് അവൻ അപ്പോൾ ഞങ്ങൾ ഇന്ന് ജസ്റ്റ് നമ്മുടെ വീട് പാലാ വരെ വന്നതാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ടിയാഗോ EV ആണ് കൂടെയുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ തവണ ഞാൻ റിവ്യൂ ഇട്ട സമയത്ത് എല്ലാവരും ചോദിച്ചൊരു കൺസേൺ ആയിരുന്നു ഇവന് എത്രമാത്രം റേഞ്ച് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ ഇവക്കും ആ ഒരു കൺസേൺ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഡ്രൈവ് ചെയ്ത സമയത്ത് എത്രയെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, നമുക്ക് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്രമാത്രം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഷീ വാസ് ഓൾസോ ഷോക്ക്. അപ്പോൾ അത് നമുക്ക് ഇന്നൊന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ദാണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ വണ്ടി എടുത്തിട്ട് കൊച്ചി വരെ പോയിട്ട് ഇന്നിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വരുന്നതിനുള്ളിൽ എത്രമാത്രം കൺസ്യൂം ചെയ്തു, എത്ര റേഞ്ച് കിട്ടി എന്നൊക്കെയുള്ള നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലായിലാണ്. നിങ്ങൾക്ക് അറിയായിരിക്കില്ല, പാലാ തൊട്ട് കൊച്ചി വരേണ്ട 70 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു 140 കിലോമീറ്റർ അടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ 100% ചാർജിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഏകദേശം അറിയാൻ പറ്റില്ല എത്ര ശതമാനം മിച്ചം വന്നു എന്നുള്ളത്. അപ്പോൾ അതിന് ജസ്റ്റ് പോകുന്നതിന് മുമ്പ് ഇത് കഴിഞ്ഞ തവണത്തെ റിവ്യൂ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് വന്നൊരു മാറ്റങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. ടാറ്റ വളരെ സൈലൻ്റായിട്ട് അവർ ലോഞ്ച് ചെയ്തു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, വളരെ സൈലൻ്റായിട്ട് ലോഞ്ച് ചെയ്ത് എന്നാൽ ശരിക്കും മാർക്കറ്റിനെ പിടിച്ച് കുലുക്കാൻ മാത്രം ശേഷിയുള്ളവരുടെ പുതിയൊരു പ്രോഡക്റ്റാണ് Tiago.EV എന്ന് പറയുന്നത്. വളരെ അടിപൊളി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളി പ്രോഡക്റ്റ്. അപ്പോൾ അതാണ്ട് എൻ്റെ ഒരു കസിൻ പേരപ്പൻ, പുള്ളിക്ക് ഞാൻ Tiago EV എടുപ്പിച്ചു. അതാണ്ട് നമ്മൾ ഈ സെലറി കൊടുത്തിട്ട് മിക്കവാറും പുതിയൊരു Tiago EV എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫ്രണ്ടിലത്തെ ഗ്രില്ലും ഫ്രണ്ടിലത്തെ ഷേപ്പൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. അത് ചെറിയ രീതിയിൽ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ത്രൂ ഔട്ട് പോകുന്ന നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഇനിയിപ്പോൾ സൈഡിലേക്ക് വരുമ്പോഴാണ് ഇവൻ്റെ വേറെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 14 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ യാത്രാസുഖം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എക്സ്ട്രാ ഓർഡിനറി. നമുക്ക് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് യാത്രാസുഖമുള്ള കാറാണ് Tiago EV എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് കീലെസ് എൻട്രി ആണ് വരുന്നത്. അതിൻ്റെ ചെറിയൊരു സ്വിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. .EV എന്നുള്ളൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഇത് ചില്ലൈം എന്ന് പറഞ്ഞൊരു കളറാണ് കേട്ടോ. ഈ പച്ച ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നതാണ്, നല്ല രസമില്ലേ. നമ്മൾ ബാക്കിലോട്ട് വരുമ്പോഴാണെങ്കിലും ഇവിടെയും ചെറിയ രീതിയിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു ബ്ലാക്കിഷ് എലമെൻറ്റ് പോകുന്നുണ്ട്. Tiago.EV എന്ന് എഴുതിയിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളറിലാണ്. അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ക്യാമറ ഉണ്ടല്ലോ സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റാണ്. ഞാൻ അകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. റിയറിൽ വൈപ്പർ വരുന്നുണ്ട്, ഓഫ് കോഴ്സ് ഡിഫ്യൂസർ വരുന്നുണ്ട്. ഇവിടെ നല്ല ചെറിയൊരു സ്പോയിലർ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഷാർക്ക് ഫിറ്റ് ആൻറ്റിന വരുന്നുണ്ട്. സോ ദിസ് ഈസ് ദ ബേസിക് ഔട്ട് സൈഡ്. ഇത് കൂടുതൽ ഇതിൻ്റെ ഔട്ട് സൈഡ് പറയണമെന്ന് എനിക്കില്ല, കാരണം ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രാക്ടിക്കൽ കാറാണ്. വാല്യൂ ഫോർ മണിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ വളരെ 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 യൂസ്ഫുൾ ആകാൻ പോകുന്നൊരു വെഹിക്കിളാണ്, എസ്പെഷ്യലി ഒരു സെക്കൻഡ് കാറായിട്ട്. ഇനിയിപ്പോൾ ദാണ്ട് ഇതിൻ്റെ ചാർജിങ് വരുന്നത് ദാണ്ട് ഇവിടെയാണ്. എൻ്റെ ചാർജിങ് സോക്കറ്റ് കണക്ട് ചെയ്യാനുള്ള സ്വിച്ചസ് അവിടെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടിക്കകത്ത് കയറിയിട്ട് ഇനി ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഡ്രൈവിലേക്ക് ജസ്റ്റ് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ബാക്ക് സീറ്റിൻ്റെ സ്പേസ് കൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, എത്രമാത്രം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണെന്ന് നോക്കി. ഇൻറ്റീരിയർ തീമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്, വൈറ്റ് അല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ചെളിയൊന്നും ആവത്തില്ല. ഡോർ പാഡിൽ വരുമ്പോഴത്തേക്കും ഒരു ആഷ് കളറും ഏകദേശം ഒരു വൈറ്റിഷ് തീം പോകുന്ന പോലൊരു തീം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ട്വീറ്ററും വരുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ബാക്കിൽ സ്പീക്കേഴ്സും ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ സൈസ് വെച്ചിട്ട് തണ്ട് എനിക്ക് അത്യാവശ്യം ഞാൻ സീറ്റ്സ് നല്ല രീതിയിൽ ഇറക്കിയിട്ടേക്കുക. എന്നിട്ട് പോലും തണ്ട് ഇത്രയും ലെഗ് റൂംസ് വരുന്നുണ്ട്. നമ്മുടെ ഹെഡ് റൂംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തലയിടിക്കും, അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ആ ഒരു രീതിയിൽ നല്ല സ്റ്റൈലായിട്ടാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ അല്ലെങ്കിൽ ബാക്കിലത്തെ ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് സെഗ്മെൻറ്റിലെ ഏറ്റവും യാത്രാസുഖം, ഏറ്റവും കംഫർട്ടബിൾ. കാരണം ഞാനിത് റെഗുലർലി എൻ്റെ കയ്യിൽ ഒരു 6 മാസമായിട്ട് ഞാൻ Tiago EV യൂസ് ചെയ്യുക. ഐ ജസ്റ്റ് ബിക്കം എ ഫാൻ. അത്ര അടിപൊളിയാണ്. നിങ്ങൾ ഒരു 2-3 മാസം ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവൻ്റെ ഒരു സുഖം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്കൊരു EV ഇല്ലാതെ അല്ലെങ്കിൽ ഒരു Tiago EV ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥ തന്നെ വരുന്നുണ്ട്. കാരണം അത്രമാത്രം ലാഭമാണ്. ഞാൻ അവിടെ നിന്ന് വലിച്ച് അറ്റത്ത് കണ്ടു. നമ്മൾ പണ്ട് കാലങ്ങളിൽ വീട് പണിയുമ്പോൾ നമ്മൾ ചാർജിങ് സ്റ്റേഷൻ്റെ ഒരു എലമെൻ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ തേപ്പട്ടി കുത്തുന്നിടത്തുനിന്ന് കണക്ട് ചെയ്തെടുത്ത് ഇവനെ രാത്രി കുത്തിയിടും. രാവിലെ ആകുമ്പോഴത്തേക്കും ഫുൾ ചാർജ് ആവും. അതാണ് യൂഷ്വലി നടക്കുന്നത്. അപ്പോൾ നമുക്ക് കൊച്ചി വരെ പോയി നോക്കാം. അവളും കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെയാണ് പോകുന്നത്. അപ്പം ഇതാണ് കേട്ടോ ഇവൻ്റെ പുതിയൊരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് സോ ഡാം ഗുഡ്. എസ്പെഷ്യലി ഈ ഒരു പുതിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ടല്ലോ, ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട്, അതും വയർലെസ് ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്. അതാണ്ട് പുതിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. നമ്മുടെ ടാറ്റയുടെ ഏറ്റവും പുതിയ ഒരു അടിപൊളി സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട്. ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അതാണ്ട് ഇവർ ഫീഡ്ബാക്ക് ശരിക്കും കേൾക്കുന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്. പണ്ടത്തെ നമ്മുടെ പഴയ Tiago.EVയുടെ ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ലൈക്ക് കുറച്ചും കൂടെ വളരെ ലൂസായിരുന്നു. ഇതിപ്പോൾ നമ്മൾ
വണ്ടി സ്റ്റാർട്ടാക്കാത്തതുകൊണ്ടാണ് അവനെ കിടന്ന് കീക്കി അടിച്ചുകൊണ്ടിരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫീഡ്ബാക്ക് എടുത്തിരുന്നുണ്ട്, അത് പ്രോപ്പർലി നല്ല ടൈറ്റായിട്ട് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്ന രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഓഫ് കോഴ്സ് എൻ്റെ ഓട്ടോമാറ്റിക് AC ആണ് വരുന്നത്. അതിൻ്റെ അകത്തൊരു ഈക്കോൺ കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വേറൊരു എലമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ ഉണ്ടോ, എന്ത് ക്വാളിറ്റിയാണെന്ന് നോക്കിയേ. ഈ ഒരു പ്രൈസ് റേഞ്ച് എന്നുള്ളതല്ല, നമുക്ക് ഞാൻ കണ്ടതിലെ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഒരു റിവേഴ്സ് ക്യാമറയാണ് ഇതെന്നുള്ളത് ഉറപ്പായിട്ടും പറയാൻ പറ്റും. പിന്നെ നമ്മുടെ ഇവിടെ ടിയാഗോ EV എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ച് എന്തിനാന്ന് പറഞ്ഞാൽ റീജൻ എന്ന് പറഞ്ഞാൽ അറിയായിരിക്കില്ല, നമുക്ക് വേസ്റ്റായി പോകുന്ന എനർജി തിരിച്ച് കയറുന്നതിന് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ഈ ഒരു മോട്ടർ ചെറിയൊരു ജനറേറ്റർ ആക്ട് ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ് റീജൻ 3 മോഡലിടാം. അതായത് സിംഗിൾ പെഡൽ മോഡൽ. ഏറ്റവും കൂട്ടിയിട്ടാലത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ടു അല്ല, നമ്മൾ പെട്ടെന്ന് പെഡലിൽ നിന്ന് കാലെടുക്കുമ്പോഴത്തേക്കും വണ്ടി ബ്രേക്ക് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് അത്രയും ഒരു ഹാൻഡ്ലിങ് നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ വണ്ടിയുടെ ഒരു ഗോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചിടണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനുണ്ട്. റീജൻ കൂട്ടിയിട്ട് നല്ല രീതിയിൽ നമുക്ക് റേഞ്ചസ് കിട്ടും. ഇപ്പോൾ അതാണ്ട് റീജൻ ഏറ്റവും ഹൈയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുക, നമ്മളിപ്പോൾ ഓഫ് കോഴ്സ് ഇതൊരു റേഞ്ച് ടെസ്റ്റ് ആണല്ലോ. വണ്ടി എടുക്കാൻ നേരത്ത് കാണിക്കുന്നത് 271 കിലോമീറ്ററാണ്. 271 കിലോമീറ്ററാണ് ഇവന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ശരിക്കും 2 ബാറ്ററി പാക്ക് ഓപ്ഷൻ ഉണ്ട്. ഒരു 24 kWh ഉണ്ട്, അതാണിത് ടോപ്പ് എൻഡ് ആണ്. പിന്നെ ഒരു 19 kWh ഉണ്ട്. ഇതിന് കമ്പനി വേണ്ട 300 എടുത്തിട്ടാണ് പറയുന്നത്. പക്ഷേ നമ്മളൊരു റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് ഒരു 260+ കിട്ടും. നമുക്കത് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇനി മറ്റേ വേരിയൻ്റ് ആണെങ്കിൽ ഒരു 200 അടുത്തും നമുക്ക് റേഞ്ച് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വണ്ടി തിരിച്ചിട്ടുണ്ട്. ഇവിടെ ദാണ്ട് 0 100% 271 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് കയറുമ്പം ഏറ്റവും ആദ്യം ഫീൽ ചെയ്യുന്നൊരു കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു 15 ലക്ഷം രൂപയ്ക്ക് അണ്ടറിൽ ഒരു ഓട്ടോമാറ്റിക് കാറാണ് നോക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു ഓട്ടോമാറ്റിക് എടുത്താക്കരുത്. ഇതുപോലെ ഉള്ള ഒരു EV എടുക്കുക. യു ക്യാൻ കൺസിഡർ ടിയാഗോ EV ഫോർ ഷുവർ. അതിൻ്റെ സുഖം എന്താണെന്ന് പറഞ്ഞാൽ അതാണ്ട് നമ്മൾ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനേക്കാളും വളരെ സ്മൂത്താണ്. നമുക്കൊന്നും അറിയണ്ട, കയറിയിരിക്കുക, ആക്സിലേറ്റർ കൊടുക്കുക, അതുപോലെ സ്മൂത്താണ്. അപ്പോൾ ഇത് ഞാൻ ഇത്രയും പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ജോബിന്, അവൻ മറ്റേ സ്വിഫ്റ്റിൻ്റെ AMD യൂസ് ചെയ്യുന്ന, അവന് മറ്റേ EV-യൊക്കെ ആദ്യം പുച്ഛമായിരുന്നു. കഴിഞ്ഞ് കുറച്ച് കാലം പുള്ളി തിരുവല്ല വരെ പോകാൻ വേണ്ടി ഈ നമ്മുടെ ടിയാഗോ EV കൊണ്ട് പോകാൻ തുടങ്ങി. പോയിട്ട് വന്നേ പിന്നെ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അത് കൊടുത്തിട്ട് ഇതെടുത്താലോ എന്നാണ് പറയുന്നത്. കാരണം 2 റീസൺസ് ഉണ്ട്. ഒന്ന്, വളരെ ഇൻഎക്സ്പെൻസീവാണ്, നമുക്ക് പേയ്മെൻറ്റും അല്ല, അതായത് പൈസ വളരെ കുറവാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1 കിലോമീറ്റർ ഓടാൻ 1 രൂപ മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾ വീട്ടിൽ കുത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിലത്തെ കറണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 കിലോമീറ്റർ ഓടാൻ 1 രൂപ, അതായത് 200 കിലോമീറ്ററൊക്കെ ഓടാൻ 200 രൂപ എടുത്തേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചിട്ട് ഒരു തവണ പോയിട്ട് വരുമ്പോൾ നമ്മൾ ബസ്സിൽ കൊടുക്കുന്ന ഫെയറിനേക്കാളും കുറവാണെന്ന്. പിന്നെ 2 പറയുന്നത് വളരെ സ്മൂത്ത് ഉണ്ട്. ഇതുപോലെ അങ്ങ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവനെ കൊണ്ടു നടക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്ത് കണ്ട് ഒരു സ്പോർട്സ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ആ മോഡിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ട് കംപ്ലീറ്റ്ലി മാറും. ഇപ്പോൾ നോക്കണേ, നമ്മൾ എത്ര വിചാരിച്ചിടത്തും വിചാരിച്ച പോലെ വണ്ടി കയറ്റാൻ പറ്റും. ഇത്രയും നേരം നമ്മൾ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണോ ഇതെന്ന് പോലും നമുക്ക് സംശയം വരുന്ന രീതിയിലാണ് ഇവൻ്റെ ഒരു പെർഫോമൻസ് വരുന്നത്. അത്രയും നമുക്ക് ഓവർടേക്കിങ്ങിലൊക്കെ ഉണ്ടോ, അഗ്രസീവായിട്ട് തന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. ഒരു സിറ്റി കാർ പോലെ തന്നെ അതിൻ്റെ കൂടെ ഹൈവേസിലാണെങ്കിലും നിങ്ങൾ നോക്കിക്കണം. നമ്മളിങ്ങനെ ഇപ്പോൾ ഇതൊരു നോർമൽ സിനാരിയാണ്. ഫ്രണ്ടിൽ വണ്ടി ഒരെണ്ണമുണ്ട്, വേറൊരു വണ്ടിയുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു സ്പേസ് ഉള്ളെങ്കിൽ നമുക്ക് താണ്ട കയറാൻ പറ്റത്തില്ല. ഓഫ് കോഴ്സ് അവിടെ നിന്നൊരു വണ്ടി വരുന്നു. ഇത് വളവാണ്, എനിക്ക് ജസ്റ്റ് വ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ താണ്ട ഇവിടെ നിന്ന് കയറുന്നു. അതായത് നമുക്ക് താണ്ട കറക്റ്റ് ആ ഒരു പോയിന്റിൽ പോലും ഇവനെ ഓവർടേക്ക് ചെയ്ത് കയറ്റാൻ പറ്റും. അത്രമാത്രം നമുക്ക് ഇവൻ്റെ ഹാൻഡ്ലിങ് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു സമയം, അതായത് ഈ ഒരു ഓണം സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടാറ്റയുടെ ഏത് വണ്ടികൾ എടുക്കാനും ബെസ്റ്റാണ്. അതുപോലെ തന്നെ ടിയാഗോ EV എടുക്കാനും ബെസ്റ്റ് ഓപ്ഷനാണ്. അതിന് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7.99 lakhs-നാണ്. 7.99 lakhs-ൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കൊരു 1 ലക്ഷം രൂപ അഡീഷണൽ ബെനിഫിറ്റ്സ് ഇപ്പോൾ ടാറ്റ ചെയ്തു തരുന്നുണ്ട്. 1 ലക്ഷം രൂപ അഡീഷണൽ ബെനിഫിറ്റ്സ്. അതായത് നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്ത്, അതായത് എൻ്റെ കോർപ്പറേറ്റ് ഓഫേഴ്സ്, നിങ്ങൾക്ക് വേറെ അതുപോലെ തന്നെ ലോയാലിറ്റി പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു കസിൻ ടാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ച് റെഗുലേഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു, ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയൊരു ടാറ്റ കാർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 50,000 രൂപ എടുത്ത് ലോയാലിറ്റി പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. അങ്ങനെ മൊത്തം എല്ലാം കൂടെ എടുത്തുകൊണ്ട് ഒരു 1 ലക്ഷം രൂപ എടുത്തിട്ടുള്ള ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. പിന്നെ അഡീഷണലായിട്ട് ഇപ്പം നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് അഷ്യൂർഡായിട്ട് 2 ഗിഫ്റ്റ് കിട്ടും. ഒന്നെന്ന് പറയുന്ന ഒരു ട്രാവൽ വൗച്ചറും, 2 പറയുന്നത് ഒരു സ്ക്രാച്ച് ആൻഡ് വിന്നുമാണ്. അപ്പോൾ അത് 2 അഷ്യൂർഡായിട്ട് കിട്ടുന്ന കാര്യങ്ങളും കൂടെയാണ് ഇപ്പോഴത്തെ ഒരു ബുക്കിങ്ങിൻ്റെ സമയത്ത്. പിന്നെ ഈ പറയുന്ന ബെനിഫിറ്റ്സും എല്ലാം കൂടെ കൂട്ടി ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു ബുക്ക് ടിയാഗോ EV തന്നെ നമുക്ക് പറയാൻ പറ്റും. മിക്കവാറും ഉടനെ എൻ്റെ ഒരു ഡെലിവറി വീഡിയോയും കാണും. അപ്പോൾ മിക്കവാറും ടിയാഗോ EV ഒരെണ്ണം എടുക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഇതിന് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നതും വളരെ കുറവാണല്ലോ. നമ്മളെ സംബന്ധിച്ചിട്ട് ഒട്ടും എക്സ്പെൻസ് വരുന്നില്ലല്ലോ, സിൻസ് ഇറ്റ്സ് എൻ EV. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കസ്റ്റമർ ഫീഡ്ബാക്കിന് ഞാൻ എൻ്റെ പേരപ്പന് ഇതിൻ്റെ ചെറിയ ചെറുതല്ല MT വേരിയൻറ്റ്, അതായത് മീഡിയം റേഞ്ച് വേരിയൻറ്റ് എടുത്തിട്ടുണ്ട്.
അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ഫീഡ്ബാക്ക് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുള്ളി 60% ഹാൻഡിക്യാപ്ഡാണ്. എന്നിട്ട് പുള്ളി മാനുവൽ സ്വിഫ്റ്റായിരുന്നു യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നിർബന്ധിച്ചിട്ടാണ് പേരപ്പൻ, എൻ്റെ ഫേവറേറ്റ് അങ്കിളാണ് പേരപ്പന് ഇത് പോയെടുത്ത്. അപ്പോൾ പുള്ളിയുടെ ഫീഡ്ബാക്കൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അതിനടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. സോ ദിസ് ഈസ് യുവർ ദീപക് രാജൻ, ഡോക്ടർ ലൈഫ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ. അയ്യോ ബായ് പറയാൻ പറ്റത്തില്ല, നമ്മൾ റേഞ്ച് ടെസ്റ്റ് അല്ലേ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ബായ് പറയുന്നതിന് മുമ്പ് നമുക്ക് എറണാകുളത്ത് ചെന്നിട്ടുള്ള റേഞ്ചും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, എത്രമാത്രം കിട്ടി. അല്ല എറണാകുളത്ത് നിന്ന് തിരിച്ച് നമ്മൾ പാലായിൽ എത്തിയിട്ടുള്ള റേഞ്ചും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ നമ്മുടെ കൊച്ചിയിലുള്ള നമ്മുടെ ടെക്മാഗിയുടെ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പരിപാടിയുണ്ട്. ഇപ്പം നമുക്ക് വന്നേക്കുന്ന കൺസെപ്ഷൻ എത്രയാണെന്നുണ്ടോ, 71% മിച്ചമുണ്ട്. 73 കിലോമീറ്ററോളം ഓടി. അപ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി എത്ര റേഞ്ച് കിട്ടുമെന്നുള്ളത്. ഞാൻ തിരിച്ച് ചെന്നിട്ട് ഫൈനലായിട്ടുള്ള നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഇന്നലെ രാത്രിയിൽ സത്യം പറഞ്ഞാൽ വീട്ടിലെത്തിയതാണ്. ചെറിയൊരു അബദ്ധം പറ്റി. ദണ്ടാ നിൽക്കുന്ന നമ്മുടെ കുരുപ്പ് രാത്രി വന്നപ്പോഴത്തേക്കും വണ്ടി ചാർജ് ചെയ്യാൻ എടുത്തിട്ടു. ഞാനാണെങ്കിൽ ആക്ച്വലി നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുള്ള കാര്യം മറന്നുപോയായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ഇന്നലത്തെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് വണ്ടി മൊത്തത്തിൽ ഇപ്പോൾ ട്രിപ്പ് വരും 147 കിലോമീറ്റർ ഓടി, 45% റേഞ്ച് മിച്ചമുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ റീൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് റേഞ്ച് ടെസ്റ്റിൻ്റെ. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ചാർജിൽ നമ്മുടെ ഒരു ഡ്രൈവിംഗ് കണ്ടീഷനിൽ എനിക്ക് 266 കിലോമീറ്ററൊക്കെ റേഞ്ച് കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് തന്നെ വലിയ റേഞ്ചാണ് നമ്മുടെ ഡ്രൈവിങ്ങിൽ കിട്ടുക എന്ന് പറയുന്നത്. 300 ആണ് പറയുന്നത്. നമ്മളത് ചെറിയ ഒരു 40-50 പോയ ഏകദേശം ആ കിലോമീറ്റർ കിട്ടുമായിരിക്കും. ഇനി അതല്ല, നമ്മുടെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ നിങ്ങളെല്ലാം കണ്ടല്ലോ, ആ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 266 കിലോമീറ്റർ അടുത്താണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പം ദിസ് ഈസ് യുവർ ഡോക്ടർ ദീപക് രാജൻ സൈനിങ് ഓഫ്. ശരിക്കും സൈനിങ് ഓഫ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.